ഹായ് മക്കളെ, വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വലിയ തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തിയറി ക്വസ്റ്റ്യൻസ് ഒന്നും വരാനായിട്ട് വലിയ ചാൻസ് ഇല്ല. ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്റർ നന്നായി പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചൊരു ടോപ്പിക് ആയിരുന്നു എന്ത്, ഒരു റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനെ എന്ത് ചെയ്യാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തരും. ആ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണടാ, ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കി മാറ്റണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ റിഗാർഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയ ഫ്രം നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഈസ് ഗിവൺ ബിലോ. ഹൈഡ്രജനും നൈട്രജനും ചേർന്നിട്ടാണ് എന്തുണ്ടാവുക, അമോണിയ ഉണ്ടാകുക. ഈ അമോണിയ ഉണ്ടാകുന്നതിന്റെ ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താ തന്നിരിക്കണേ, N2 + H2 gives 2NH3 എന്നാ തന്നിരിക്കണേ. എന്താ തന്നിരിക്കണേ, N2 + H2 gives 2NH3 എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണടാ, ബാലൻസ് ചെയ്യണം. എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. എന്റെ മക്കൾ ശ്രദ്ധിക്കുക, ബാലൻസ് ചെയ്യാന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. റിയാക്റ്റന്റിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും സെയിം എമൗണ്ട് അല്ലെങ്കിൽ എണ്ണം എന്ത് വരണം, ഒരേ ആറ്റങ്ങൾ വരണം അല്ലെങ്കിൽ ഒരേ എലമെന്റ്സ് വരണം. ഓക്കെ, ഇതാണ് നമ്മുടെ റിയാക്ടന്റ് ആൻഡ് ഇതാണ് നമ്മുടെ എന്ത്, പ്രൊഡക്റ്റ് അല്ലെ. അപ്പൊ ഇവിടെ നോക്ക, N എന്ന് പറയുമ്പോ ഇവിടെ എത്ര N ഉണ്ട്, 2 N ആണ് ഉള്ളത്. ഇനി ഹൈഡ്രജൻ എത്ര എണ്ണ ഉള്ളത്, ഹൈഡ്രജനും 2 എണ്ണം ഉണ്ട് അല്ലെ. ഇനി നമ്മുടെ പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് പോവാ. പ്രൊഡക്റ്റിന്റെ സൈഡില് N എന്ന് പറയുന്നത് എത്രയാ, 2 N ഉം ആൻഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 3 ആണോ ഹൈഡ്രജൻ. ഈ ഒരു നമ്പർ, ഈ 2 എന്ന് പറയുന്ന നമ്പർ 2 പേർക്കും ബാധകമാണ് അല്ലെ. അപ്പോ ഇവിടെ H എന്ന് പറയുമ്പോ എത്രയാ നമ്പർ വരാ, 6 H ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയപ്പോ മനസ്സിലായി, റിയാക്ടന്റിന്റെ സൈഡിൽ N കറക്റ്റ് ആണ്, പ്രൊഡക്റ്റും N തന്നെ 2 എണ്ണം ഉള്ളത്. പക്ഷേ Hന്റെ വാല്യൂ നോക്കിയേ, H റിയാക്ടന്റിന്റെ സൈഡിൽ 2 എണ്ണേ ഉള്ളൂ, പക്ഷെ പ്രൊഡക്റ്റിന്റെ സൈഡിൽ എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യണം എന്നുള്ള കാര്യം പിടികിട്ടി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ Hനെ 6 ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നമുക്ക് കിട്ടും അല്ലെ. നോക്കാം, നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം കേട്ടാ. എന്ത് ചെയ്യാൻ പറ്റും, N2 അങ്ങനെ തന്നെ എഴുതി. Hനെ അല്ലേ മാറ്റണ്ടേ, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇതിനെ 6 ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ 3H2 gives എന്തായടാ, 2NH3. എന്താണ്, N2 + 3H2 gives 2NH3. ഇതാണ് നമ്മുടെ എന്ത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. എന്ത് ഇക്വേഷനാ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് the formation of ammonia. ഓക്കെ അല്ലേ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം ടൈപ്പ് ഇൻ ബോത്ത് ദ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. രണ്ട് സൈഡിലും എന്താണ് നമ്മൾ മനസ്സിലാക്കി, രണ്ട് സൈഡിലും നമ്മൾ ഒരേ എമൗണ്ട് അല്ലെങ്കിൽ എണ്ണത്തെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്, ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. നമുക്ക് നോക്കാം, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. നമുക്കറിയാം N2 + 3H2 gives 2NH3 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഓരോന്ന് ചെയ്തു നോക്കാം കേട്ടോ. നൈട്രജൻ അല്ലെ, ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നൈട്രജന്റെ അവിടെ റിയാക്ടന്റിന്റെ സൈഡിൽ എത്ര എണ്ണം ഉണ്ട് മക്കളെ, നൈട്രജൻ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം. ഇനി പ്രോഡക്റ്റിന്റെ സൈഡിലാണെങ്കിൽ നൈട്രജൻ എത്ര എണ്ണം ഉണ്ട്, പ്രൊഡക്റ്റിന്റെ സൈഡിലാണെങ്കിലും നൈട്രജൻ എത്ര തന്നെയാ ഉള്ളത്, 2 എണ്ണം തന്നെയാണ് ഉള്ളത്. അപ്പൊ റിയാക്ടന്റിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും നൈട്രജൻ എന്ന് പറയുന്നത് 2 എണ്ണാണ്. ഇനി നമ്മുടെ ബാലൻസ് ചെയ്തപ്പോ തന്നെ ആ കാര്യം നമുക്ക് പിടിയിട്ടിട്ടുണ്ടാവും അല്ലെ. നോക്കാം, ഇനി നമ്മുടെ ഹൈഡ്രജൻ എന്തോരായി നോക്കാം. ഹൈഡ്രജൻ റിയാക്ടന്റിന്റെ സൈഡിൽ എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അതെങ്ങനെ കിട്ടിയ, 3 × 2 6. ഇനി ഇവിടെ നോക്കാം, ഹൈഡ്രജൻ പ്രൊഡക്റ്റിന്റെ സൈഡിൽ എത്ര എണ്ണം ഉണ്ട്, 3 × 2. ഇവിടെയും എത്ര ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ മക്കളെ, if 28 gram of nitrogen combines with 6 gram of hydrogen,
ഫൈൻഡ് ഔട്ട് ദ മാസ് ഓഫ് അമോണിയ ഫോംഡ്. നോക്കി എന്തോരം അമോണിയ ഫോം ചെയ്തു എന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ നമുക്ക് ഇവിടെ ക്ലൂ തന്നിട്ടുണ്ട് അല്ലെ. അറ്റോമിക് മാസ് ഹൈഡ്രജന്റെ എത്രയാ 1U എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നൈട്രജന്റെ എത്രയാണ് 14U എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 2NH3 ആണ് നമ്മൾ ചെയ്യാൻ പോണേ അല്ലെ. ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. 2NH3 എന്ന് പറയുമ്പോൾ 2 into N എത്രയാണെന്നാ പറഞ്ഞ ഓൾറെഡി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് 14 ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു N ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തി 1 into 14 പ്ലസ് ഇനി H എന്ന് പറയുന്നത് 1 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ എത്ര H ഉണ്ട് 3 H ഉണ്ട്. സോ എന്തെഴുതാം 1 into 3. ഇനി ഒന്ന് നോക്കി കുട്ടികളെ 14 into 1 14 പ്ലസ് 3 അപ്പൊ എന്തായി 17 ആയി അല്ലെ. 2 into 17 ഈക്വൽ ടു എത്ര കിട്ടും 34. ഇതാണ് ആൻസർ. ഇവിടെ എഴുതിയിട്ടുണ്ട് 34. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് എത്ര എമൗണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഫൈൻഡ് ദ മാസ് ഓഫ് അമോണിയ ഫോംഡ് എന്നല്ലേ ചോദിച്ചിരിക്കണേ. സോ നമ്മൾ അമോണിയയുടെ മാത്രം കണ്ടുപിടിച്ചു. 2NH3 ആണ്. സോ കാണിച്ചു തരാം കേട്ടോ. 2NH3 ആണ്. സോ എന്ത് ചെയ്തി 2 into N എന്ന് പറയുമ്പോൾ 14 ആണ് തന്നിട്ടുണ്ട്. സോ ഒരു N ഉള്ളൂ. സോ 1 into 14 പ്ലസ് H3 എന്നാ പറഞ്ഞിരിക്കണേ. ഒരു H 1 ആണ്. അങ്ങനെയാണെങ്കിൽ 3 H എത്രയാ 1 into 3. ഓക്കെ അല്ലേ. ഇനി അടുത്തേക്ക് നോക്കാം. 1 into 14 പ്ലസ് 3 into 2 ചെയ്യണം അല്ലെ. അപ്പൊ 14 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 17 ആണ്. into 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി 34 ഗ്രാം എന്ന് കിട്ടി. മാസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ 34 ഗ്രാം എന്ന് കിട്ടി. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക അമോണിയയുടെ മാസ് കണ്ടുപിടിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി കുട്ടികളെ C plus 4HNO3 gives 2H2O plus CO2 plus 4NO2. ഇതൊരു ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് നമ്മളോട് കുറെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിലെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. അതിന് മുന്നായിട്ട് നമ്മളൊരു കാര്യം അറിയണം. എന്താണ് നമ്മളൊരു ലോ പോലെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ലോ ആയിട്ട് അത് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ ഒരു ലോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോ ഒരു റിയാക്ടന്റ് അല്ലെങ്കിൽ ഒരു ആറ്റം എന്ത് ചെയ്യാണ് എലമെന്റ് സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ആറ്റം എലമെന്റൽ സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. എലമെന്റ് സ്റ്റേറ്റിൽ ഒരാൾ നിന്ന് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് നോക്കിയേ C+4HNO3 ഇങ്ങനെ പോയിരിക്കണം അല്ലെ. അതിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ C എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എലമെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരൊറ്റ ഒരാളല്ലേ C മാത്രമല്ലേ ഉള്ളൂ. സോ അയാൾ എങ്ങനെയാ നിൽക്കുന്നത് എലമെന്റ് ആയിട്ടാണ് നിൽക്കുക. അയാളുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ മക്കളെ 0 ആയിരിക്കും. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും എപ്പോ ഒരാളെ എലമെന്റൽ സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഹാപ്പൻസ് to the oxidation number of carbon in this reaction. ഈ റിയാക്ഷനില് കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്ത് മാറ്റമാണ് വരുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇതില് കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് മാറ്റാ വരുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കി കുട്ടികളെ ഇവിടെ കാർബൺ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഇവിടെ നോക്കിയേ കാർബൺ C. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു 0 ആണ്. അതിന്റെ കാരണം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അത് എലമെന്റൽ സ്റ്റേറ്റിലേക്കാണ്. അടുത്തൊരാളുണ്ട് CO2 അല്ലെ. CO2 ഇയാളില് സിയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ മക്കളെ സിയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താ എഴുതാം 2,4 അല്ലെ. 6 ആണ് കാർബണിന്റെ അറ്റോമിക് നമ്പർ. സോ 2,4 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ വരെ +4 ആണ് ഓക്സിഡേഷൻ നമ്പർ വരാം. +4 ആണ് ഓക്സിഡേഷൻ നമ്പർ വരാം. എങ്ങനെയാണെങ്കിൽ 0യിൽ നിന്ന് എത്രയിലേക്കാ കൂടിയത് +4ലേക്ക് കൂടി. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ അവിടെ എന്ത് സംഭവിച്ചു കുട്ടികളെ ഇൻക്രീസ് ചെയ്തു. അവിടെ ഓക്സിഡേഷൻ നമ്പർ എന്താ ചെയ്തേ ഇൻക്രീസ് ചെയ്തു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു വാട്ട് ഹാപ്പൻസ് ടു ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനില് കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്ത് മാറ്റം ഉണ്ടായി. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു. അതെന്ത് ചെയ്തു കൂടി +4ലേക്ക് കൂടി. അപ്പൊ ആൻസർ എന്താണ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ അല്ലേ. ഓക്സിഡേഷൻ നമ്പർ ഈസ് ഇൻക്രീസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What happens to carbon oxidation or reduction?
ഇനി കാർബണിന് ഇവിടെ ഓക്സിഡേഷൻ ആണോ അല്ലെങ്കിൽ റിഡക്ഷൻ ആണോ നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബണിന് ഓക്സിഡേഷൻ ആണോ അല്ലെങ്കിൽ റിഡക്ഷൻ ആണോ നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതിന് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഓക്സിഡേഷൻ നമ്പർ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ആ കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടന്റ് എന്തായിട്ട് മാറും? പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കൂടാ? ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഇനി ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? അതിനെ റിഡക്ഷൻ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഇവിടെ നമ്മൾ പറഞ്ഞു കാർബൺ 0 ആണ് ഉണ്ടായേ, അതെന്തായി? +4 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ ആയിരിക്കോ അതോ റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക? എന്തായിരിക്കും? കൂടി അല്ലെ, ഓക്സിഡേഷൻ നമ്പർ കൂടി. സോ ഡെഫിനറ്റ്ലി അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഓക്സിഡേഷൻ ആയിരിക്കും. അപ്പൊ സി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓക്സിഡേഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ രണ്ടാൾക്കാരെ കുറിച്ച് പഠിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്, അതുപോലെ ആരാണ് റെഡ്യൂസിങ് ഏജന്റ്. എന്താ പഠിക്കേണ്ടത്? എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്നും എന്താണ് റെഡ്യൂസിങ് ഏജന്റ് എന്നും പഠിക്കാൻ സിമ്പിൾ ആയിട്ടൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്താണിത്? ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അയാൾക്ക് നമ്മൾ എന്ത് എഴുതാം? റെഡ്യൂസിങ് ഏജന്റ് എന്ന് എഴുതാം. ആർക്കാണോ റിഡക്ഷൻ നടക്കുന്ന അയാൾ നമുക്ക് എന്ത് എഴുതാം? ഓക്സിഡൈസിങ് ഏജന്റ്. അത് സിമ്പിൾ മെത്തേഡ് ആണ് അല്ലെ, എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഇവിടെ ആർക്കാണ് ഈ ഒരു ഇക്വേഷനിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്? ഓക്സിഡേഷൻ നടന്ന ആളാരായിരുന്നു മക്കളെ? ഓക്സിഡേഷൻ നടന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാർബൺ 0 ആയിരുന്നു, അതെന്തായിട്ട് മാറി? +4 ആയിട്ട് മാറി. സോ ഓക്സിഡേഷൻ നടന്ന ആളാരാണ്? ഓക്സിഡേഷൻ നടന്നത് ആർക്കാണ്? കാർബണിനാണ്. സോ അവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും മക്കളെ? കാർബൺ ആയിരിക്കും. അവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആരായിരിക്കും? കാർബൺ ആയിരിക്കും. ഇനി ഇവിടെ റിഡക്ഷൻ നടന്നത് ആർക്കാണെന്ന് അറിയോ? റിഡക്ഷൻ, ഇവിടെ റിഡക്ഷൻ നടന്നത്, ഒരു മിനിറ്റ്, ഓക്കെ, ഇവിടെ റിഡക്ഷൻ നടന്ന ആളാണ് ആര്? HNO3. HNO3 എന്നാണ്? നൈട്രിക് ആസിഡ് അല്ലെ. HNO3 ആരാണ്? നൈട്രിക് ആസിഡ്. സോ റിഡക്ഷൻ നടന്നത് HNO3 ആണ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡിനാണെങ്കിൽ അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരായിരിക്കും? നൈട്രിക് ആസിഡ് ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെച്ച് പെട്ടെന്ന് അത് എഴുതാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, ഓക്സിഡേഷൻ നടക്കുന്ന ആൾ എന്തായിരിക്കും? റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. റിഡക്ഷൻ നടക്കുന്ന ആൾ ആരായിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കേ, ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്. 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഈ 4 കോമ്പൗണ്ടിലെയും ആരെയാ കണ്ടുപിടിക്കേണ്ടത്? സൾഫറിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കും. അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് എലമെന്റിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിക്കാന്ന് പഠിച്ചു അല്ലെ. അപ്പൊ സൾഫറിന്റെ ഓക്സിഡേഷൻ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാം. SO2 അല്ലെ, SO2ന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. ഇത് ഒരെണ്ണം ടീച്ചർ ചെയ്യുമ്പോൾ അടുത്തത് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട് ബുക്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇതിൽ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? Hന്റേതെന്ന് പറയുന്നത് +1 ആണെന്നും ഓക്സിജൻ എന്ന് പറയുന്നത് -2 ആണെന്നും നമുക്ക് ഓൾറെഡി അവര് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇത് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. എപ്പോഴും കണ്ടുപിടിക്കേണ്ട ആളെ നമ്മൾ എന്താക്കി എടുക്കണം? X ആക്കി എടുക്കണം. എന്താക്കി എടുക്കണം? X ആക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? സൾഫറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആരെ കണ്ടുപിടിക്കേണ്ടത്? സൾഫറിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സൾഫറിനെ കണ്ടുപിടിക്കണം. സോ സൾഫറിനെ നമ്മൾ എന്താക്കി എടുക്കോടാ? X ആക്കി എടുക്കും. നോക്കാട്ടാ, X ഇവിടെ ഒരു സൾഫർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? X×1 പ്ലസ്. നോക്കിയേ, ഓക്സിജൻ, ഒരു ഓക്സിജൻ എത്രയാണെന്ന് ഓൾറെഡി ഇവിടെ നമുക്ക് തന്നു? -2 ആണ് തന്നു അല്ലെ. ഒരു ഓക്സിജൻ എന്ന് പറഞ്ഞാല് -2 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഓക്സിജൻ എന്ന് പറഞ്ഞാലോ? -2 × 2. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 0 ആണ് കിട്ടുക. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, X -2 × 2 എത്രയാണ്? X -4 = 0. അങ്ങനെയാണെങ്കിൽ X = എന്തായിരിക്കും? -4 എന്ന നമ്പറിനെ തൊട്ടപ്പുറത്തേക്ക് അല്ലെ, സമത്തിന്റെ അല്ലെങ്കിൽ ഈക്വൽ ടു സൈന്റെ അപ്പുറത്തേക്ക് ഉണ്ടായാൽ എന്തായിട്ട് മാറും? +4 ആയിട്ട് മാറും. അപ്പൊ X എന്ന് പറയുന്നത് എത്ര കിട്ടി? +4 എന്ന് കിട്ടി. X എന്ന് പറയുന്ന ആരായിട്ട് നമ്മൾ ഇവിടെ എടുത്തേ? സൾഫറിനെ. അപ്പൊ SO2 എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടില് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും കൂട്ടാ? സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? +4 ആയിരിക്കും. അടുത്ത നമുക്ക് ഒരെണ്ണം കൂടെ ടീച്ചർ ചെയ്യാം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടും, എളുപ്പമാണ്. SO3 നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ H2SO3 ചെയ്യണം. ഓക്കെ, SO3 ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നോക്കാം, എല്ലാവരും ഇവിടെ നോക്കിയേ. SO3 അല്ലെ, SO3 ചെയ്ത് നോക്കാം.
SO3 പറഞ്ഞോ. എസിന്റെ നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്ത് എഴുതാം? 1 into x പ്ലസ് ഒരു -2 ആണ്. സോ -2 into 3 equal to 0. ക്ലിയർ അല്ലേ? ഇനി x -2 into 3 -6 equal to 0. Then x equal to +6. ഇതാണ് എക്സിന്റെ വാല്യൂ കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. ഒരെണ്ണം കൂടി ചെയ്യാം നമുക്ക്. H2SO3 നോക്കാം. H2SO3 ഇവിടെ ചെയ്യാം കേട്ടോ. H2SO3 ഓക്കെ അല്ലേ? ഇവിടെ 3 ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലെ. കണ്ടുപിടിക്കേണ്ടത് ആര് തന്നെയാ? എസിന് തന്നെയാ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നോക്കാം കേട്ടോ. H2 എന്ന് പറയുമ്പോ H എന്ന് പറഞ്ഞാൽ ആരാ കുട്ടികൾ? H എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. എത്രയാ? +1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം +1 into 2. എന്തുകൊണ്ടാണ് ഞാൻ into 2 എന്ന് പറയാൻ പറ്റുക? ഒരു H ആണ് എന്ത്? +1. ഇവിടെ 2 H ഉണ്ട്. സോ +1 into 2 പ്ലസ് x അല്ലെ. S നമുക്ക് തന്നിട്ടില്ല. സോ x പ്ലസ് ഒരു O എന്ന് പറഞ്ഞാൽ എത്രയാ? -2 ആണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാ? 3 എണ്ണം ഉണ്ട്. ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഇനി നോക്കാം. 2 + x -6 equal to 0. 2 - 6 എത്രയാ? 2 - 6 എത്രയാ? x -4 equal to 0. അങ്ങനെയാണെങ്കിൽ x equal to എന്ത് വരും? അവിടെ ഇപ്പുറത്തേക്ക് പോകുമ്പോ +4 എന്ന് വരും. ഇതാണ് എക്സിന്റെ വാല്യൂ. സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ? അപ്പൊ ഇത്രയുള്ള കുഞ്ഞൊരു കാൽക്കുലേഷൻ അവിടെ വന്നിട്ടുള്ളൂ അല്ലെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടുപിടിക്കേണ്ട ആൾ എന്ത് കൊടുക്കുക? എക്സ് കൊടുക്കുക. അതിനകത്ത് ബാക്കി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുടെ ഓക്സിഡേഷൻ നമ്പർ ബാക്കിയുള്ളവരുടെ തന്നിട്ടുണ്ടാവും. അതിൽ എത്ര എണ്ണം ഉണ്ടോ അത്രയും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. certain statements are given below. കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. write whether they are true or false. ശരിയാണോ തെറ്റാണോ എന്ന് പറയും. സിമ്പിൾ ആണ്. നോക്കാം കേട്ടോ. the process involving an increase in oxidation number is oxidation. ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ആ പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കും? ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ ആ പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കോടെ? ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ശരിയാണോ? നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ? ഇത് ട്രൂ ആണ്. ശരിയാണ്. അടുത്തത് നോക്കാം. the process involving a decrease in oxidation number is oxidation. വീണ്ടും പറഞ്ഞിരിക്കും. എന്താ അത് തെറ്റല്ലേ? നോക്കാം. ഡിക്രീസ് ചെയ്താൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്ത് എന്ത് പറ്റുന്ന നമ്മൾ പഠിച്ചിരിക്കണേ? റിഡക്ഷൻ ആണല്ലേ. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇവിടെ എന്താ വരാ? റിഡക്ഷൻ എന്നാണ് വരാ. അപ്പൊ ഇതെന്താണ്? ഒരു ഫോൾസ് ആയിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത്തെ നോക്കാം. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് റിഡക്ഷൻ. ഓക്സിഡൈസിങ് ഏജന്റ് ആണ് എന്തിനു പോവാ? റിഡക്ഷന് പോവാ. ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പൊ ഇത് ട്രൂ ആണ്. ലാസ്റ്റ് വൺ നോക്കാം. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഇവിടെ എന്താണ് മക്കളെ വരാ? അണ്ടർഗോസ് റിഡക്ഷൻ എന്നാ വരാ. അപ്പൊ ഇതെന്താണ്? ഫോൾസ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബാലൻസ് കെമിക്കൽ ഇക്വേഷൻസ് ഗിവൺ ബിലോ. ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണടാ? ബാലൻസ് ചെയ്യണം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. SO2 ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ. SO2 + O2 gives SO3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ബാലൻസ് ചെയ്യണം. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഇവിടെ നോക്കാം. S ഇവിടെ ഒരെണ്ണാണുള്ളേ. ഇവിടെ O എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇവിടെ S എത്ര എണ്ണം ഉള്ളൂ? ഒരെണ്ണം ഉള്ളൂ. ഇവിടെ O എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളിവിടെ ആദ്യം എന്താ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാ? നോക്കാം. SO2 + O2 gives 2SO3. മൾട്ടിപ്പിൾസ് നോക്കിയാണ് എപ്പോഴും ചെയ്യാട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 2 ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. SO2 + O2 gives 2SO3. ഇതിവിടെ എഴുതാൻ വിട്ടുപോയത്. 2SO3 എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എത്ര S ഉണ്ട്? 2 S വരുന്നുണ്ട് അല്ലെ. ഇവിടെ എത്ര S ഉള്ളൂ? ഒരു S ഉള്ളൂ. സോ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കുക? ഇവിടെ ഒരു 2 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 2SO2 + O2 gives 2SO3. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ടന്റിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും ഈക്വൽ എമൗണ്ട് എന്തുണ്ടായിരിക്കും? ഈക്വൽ എമൗണ്ട് എന്തുണ്ടായിരിക്കും? ആറ്റംസ് ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ നോക്കി നോക്കാം. ഇവിടെ S എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇവിടെ S എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇവിടെ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ
ഇവിടെ 4, ഇവിടെ 2, 6 എണ്ണം ഉണ്ട്. ഇവിടെ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അടുത്തത് നോക്കാം. യെസ്, two chemical reactions are given below. രണ്ട് chemical reactions നമുക്ക് തന്നിട്ടുണ്ട്. Find out the oxidation number of the atoms and check whether these reactions are redox reaction. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുകയും വേണം, ഇവരൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് പറയുകയും വേണം. അപ്പൊ എന്റെ കുട്ടികൾ ശ്രദ്ധിച്ചേ, എന്താണ് ഈ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു റിയാക്ഷനിൽ തന്നെ അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് നോക്കാം. CaCO3 plus 2HCl gives CaCl2 plus H2O plus CO2. അതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? ആ ഇക്വേഷനിൽ നമുക്ക് നോക്കാം ഓരോന്നിന്റെ. നമുക്ക് ആദ്യം എന്തിന്റെ നോക്കാം? എല്ലാത്തിന്റെ നോക്കാം അല്ലെ? എല്ലാത്തിന്റെ നമുക്ക് നോക്കാം കേട്ടാ. കാൽഷ്യം. കാൽഷ്യം ഇവിടെ എത്രയാ മക്കളെ? കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 അല്ലേ? സോ 2, 8, 8, 2 എന്ന് വരും. സോ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? +2. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വെക്കാം, ഇവിടെ +2. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആള് നോക്കാം. ഓക്സിജൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, -2. ആൻഡ് H എന്ന് പറയുന്നത് എത്രയാണ്? H എന്ന് പറയുന്നത് +1. Cl എന്ന് പറഞ്ഞാൽ എത്രയാ? Cl എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ 2, 8, 7 എന്ന് വരും അല്ലെ? 2, 8, 7. അപ്പൊ 1 ലിറ്റർ കൊണ്ട് എന്ത് ചെയ്യും? വാങ്ങിക്കും. സോ അവിടെ എന്ത് വരും? -1 എന്ന് വരും അല്ലെ? ഇനി അടുത്തത് നോക്കാം. Ca ഇവിടെ +2 തന്നെ. Cl -1 വരും. Hന്റെ കേസിൽ എന്താണ്? +1 വരും. ഓക്സിജൻ ആണെങ്കിൽ -2. കാർബൺ അല്ലെ? +4. ഇവിടെയും +4 ഉണ്ട്. ആൻഡ് ഓക്സിജൻ വീണ്ടും -2. ഇവിടുത്തെ കാര്യം എന്താ നോക്കിയേ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചർ എലമെന്റിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയത് കേട്ടാ. എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് അറിയാലോ? ഞാൻ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ബാലൻസ് കണ്ടുപിടിക്കുക, അതിനെന്ത് ചെയ്യുക? ചാർജ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താ? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കും. സോ കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വെദർ ദിസ് റിയാക്ഷൻസ് ആർ റിഡോക്സ് റിയാക്ഷൻ. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ കുട്ടികളെ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ആറ്റംസ് റിമൈൻ അൺചേഞ്ച്ഡ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമ്പോ ഓക്സിഡേഷൻ നമ്പർ കൂടിയാലല്ലേ അതിന് ഓക്സിഡേഷൻ എന്ന് പറയുള്ളൂ, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാലല്ലേ അതിന് റിഡക്ഷൻ എന്ന് പറയുള്ളൂ. ഇവിടെ ഒരു തരത്തിലുള്ള ചേഞ്ചും ഇല്ല. കാൽഷ്യം ഇവിടെ +2 ആണ്, ഇവിടെയും +2 ആണ്. ഇവിടെ കാർബൺ +4 ആണ്, ഇവിടെയും +4 ആണ്. ഹൈഡ്രജൻ +1 ആണ്, ഇവിടെയും +1 ആണ്. അപ്പൊ ആ ഒരു തരത്തിലുള്ള എന്തില്ല? ചേഞ്ച് ഇല്ല. സോ നമ്മൾ ഇതിനെ എന്ത് വിളിക്കോടാ? ഈ റിയാക്ഷൻ എന്തല്ല? ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല. ഈ റിയാക്ഷൻ എന്തല്ല? ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല. ക്ലിയർ അല്ലേ? അതാണ് അവിടെ വരിക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിങ്ക് ഇത് നോക്കാം കേട്ടോ. അടുത്ത നോക്കിയ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. Zn plus 2HCl gives ZnCl2 plus H2. ഇവിടെ നോക്കാം. ZnCl2 plus H2 ഇവിടെ ഉണ്ട് കേട്ടോ, ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കണേന്ന് അറിയോ? Zn. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റണം. എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക? എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും കുട്ടികളെ? 0 ആയിരിക്കും. സോ Zn is equal to 0. H നമുക്കറിയാം എത്ര H വരാ? +1 എന്ന് പറഞ്ഞു അല്ലെ? ഇനി Cl ആണെങ്കിലോ -1 എന്ന് പറയാം. ഇനി ഇവിടെ Z ആണെങ്കിൽ എത്ര വരും? Z ആണെങ്കിൽ ഇവിടെ എന്ത് വരും? +2 എന്ന് വരും. ആൻഡ് Cl നമുക്ക് ഓൾറെഡി അറിയാം -1. ആൻഡ് ഇവിടെ H എന്താ വരണേ മക്കളെ? H വരാ 0. എങ്ങനെയാണ് H 0 വരണേന്ന് അറിയോ? H എങ്ങനെയാ 0 വരണേന്ന് മനസ്സിലായിരുന്നോ? എന്തുകൊണ്ട് H 0 വന്നേ? എലമെന്റൽ സ്റ്റേറ്റ് ആണ്. സോ H എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇനി ഇവിടെ നോക്കാം. ഇവിടെ Zn എന്ന് പറയുന്നത് 0 ആയിരുന്നു, അതെന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി, അല്ലെങ്കിൽ +2 ആയിട്ട് മാറി. അവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ? അവിടെ എന്താ സംഭവിച്ചേ? ഓക്സിഡേഷൻ നമ്പർ കൂടി. അവിടെ എന്ത് നടന്നു? ഓക്സിഡേഷൻ നടന്നു. ഇനി അടുത്ത ആള് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ മക്കളെ
നോക്കിയേ +1 ആയിരുന്നു, അതെന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് നടന്നു? റിഡക്ഷൻ നടന്നു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ അതിനർത്ഥം അവിടെ എന്ത് നടന്നു? റിഡക്ഷൻ നടന്നു. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, റിഡക്ഷൻ നടന്നു. ഓക്സിഡേഷൻ നമ്പർ കൂടി, അവിടെ ഓക്സിഡേഷൻ നടന്നു. ഓക്സിഡേഷനും റിഡക്ഷനും ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരുമിച്ച് നടന്നാൽ അവിടെ എന്ത് നടന്നു? അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നോക്കാം. The gaseous fuel carbon monoxide burns in oxygen to form carbon dioxide. Write the balanced equation of the chemical reaction. നോക്കിയേ, കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എന്താണെന്ന് അറിയണം അല്ലെ? കാർബൺ മോണോക്സൈഡ് എന്താ? CO ആണ് കാർബൺ മോണോക്സൈഡ്. അപ്പൊ എന്താ കാർബൺ ഡയോക്സൈഡ്? CO2 ആണ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് കാർബൺ മോണോക്സൈഡ് ബേൺ ഇൻ ഓക്സിജൻ. ഓക്സിജനിൽ ബേൺ ചെയ്ത് എന്തായി എന്നാ പറഞ്ഞേ? കാർബൺ ഡയോക്സൈഡ് ആയി. എന്ന് പറഞ്ഞാൽ CO ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ആരുണ്ടായി? കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. അത് നമുക്ക് എഴുതാനായിട്ട് കിട്ടണം. ഇത് എഴുതാനായിട്ട് നമുക്ക് കിട്ടണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. ഇവിടെ നോക്കിയേ, C ഒരെണ്ണാണുള്ള. ഇവിടെ O എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? റിയാക്ടിന്റെ സൈഡിൽ 3 എണ്ണം ഉണ്ട്. ഇവിടെയും C ഒരെണ്ണാണുള്ള. ഇവിടെ പ്രൊഡക്റ്റിന്റെ സൈഡിൽ O എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണേ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ നോക്കിയേ, ആദ്യം ഈ റിയാക്ടന്റിന്റെ സൈഡിൽ നമ്മൾ ഒരു 2 ആഡ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ഇവിടെ എത്ര എണ്ണായി? 2 C ആയി. ബാക്കിയൊക്കെ സെയിം പോലെ തന്നെ വന്നു. ഇനി നമ്മൾ നോക്കിയ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്റ്റിന്റെ സൈഡിൽ ഒരു 2 ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ എത്ര വന്നു? 2 കാർബണും അതുപോലെ തന്നെ ഇവിടെ 2 + 1 3. 3 × 2 6. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എത്ര കിട്ടും? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2CO + O2 gives 2CO2. അതാണ് വരാ കേട്ടാ. ഇനി അടുത്ത് നോക്കാം. എന്താണ് ഇത്? റിഡോക്സ് റിയാക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ സിയോന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് C in CO2. CO2 ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാ? നമ്മളെ ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും മക്കളെ, ഓക്സിഡേഷൻ നമ്പർ ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ കാർബൺ മോണോക്സൈഡിന്റെ അതിനകത്ത് ഓക്സിഡേഷൻ നമ്പർ കാർബണിന്റെ കണ്ടുപിടിക്കണം. അതുപോലെ കാർബൺ ഡയോക്സൈഡിലെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഇവിടെ കാർബൺ മോണോക്സൈഡില് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കേട്ടാ, കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? +2 എന്ന് കിട്ടും. എത്ര കിട്ടും? +2. നമുക്ക് അറിയാമല്ലോ എന്തുകൊണ്ടാണെന്ന്. കാർബൺ. ഇനി CO2 ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? +4 എന്ന് കിട്ടും. അതെങ്ങനെയാ ചെയ്യണേന്ന് അറിയൂലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ X ഇട്ട് ചെയ്താൽ മതി കേട്ടാ. ഇവിടെ ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. X + O എന്ന് പറയുമ്പോ എത്രയാ? -2 × 1 = 0. X - 2 = 0. So X = +2 എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൽ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ മക്കളെ? +2. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ചെയ്യാൻ പറ്റും. +4 നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് ആര്? റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ നടക്കുന്ന ആളാണ് ആര്? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഓക്സിജനും റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ആരാ മക്കളെ? കാർബൺ മോണോക്സൈഡും ആയിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്. ഇവിടെ നോക്കാം. അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദേ ആർ റിഡോക്സ് റിയാക്ഷൻ. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നോക്കിയിട്ട് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് നോക്കണം. അതൊരു റിഡോക്സ് റിയാക്ഷൻ. നേരത്തെ നമ്മൾ ചെയ്തില്ലേ? സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. NaOH + HCl gives NaCl + H2O നമുക്ക് തന്നിട്ടുണ്ട്. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവരുടെ ഓക്സിഡേഷൻ നമ്പറിന് ഒരെണ്ണത്തിൽ കൂടുതലും ഒരെണ്ണത്തിൽ കുറവും ഉണ്ടോ നോക്കിയാൽ മതി. ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർക്ക് എന്തില്ല, ഒന്നിലും ഒരു ചേഞ്ചും ഇല്ല. സെയിം ആയിട്ട് ഇവർ നിൽക്കാം. Na 1 ആയിരിക്കും, +1 ആയിരിക്കും. ഓക്സിജൻ -2 ആയിരിക്കും. H +1 ആയിരിക്കും. ഇതേ സാധനം തന്നെ ആയിരിക്കും എവിടെ വരുമ്പോഴും നമ്മുടെ പ്രോഡക്റ്റിന്റെ സൈഡിൽ വരുമ്പോഴും Na +1 ആണ്, H +1 ആണ്, ഓക്സിജൻ -2 ആണ്. സോ ദിസ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. കാരണം ചോദിച്ചാൽ എന്ത് പറയാ? there is no change in the oxidation number of element. അവിടെ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ എന്തില്ല മക്കളെ? ഒരുവിധ ചേഞ്ചും ഇല്ല.
പറ്റില്ല, അതുകൊണ്ട് അതെന്തല്ല, ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കഴിഞ്ഞാല് H2S plus Cl2 gives 2HCl plus S എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ എങ്ങനെയാ മനസ്സിലാവാം? ഇവിടെ നമുക്ക് ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയ കുട്ടികളെ, ക്ലോറിൻ ഒറ്റയ്ക്കാ നിൽക്കുന്നത് അല്ലെ. റിയാക്ടന്റിന്റെ സൈഡിൽ ക്ലോറിൻ എന്താണ്, ഒറ്റയ്ക്കാ നിൽക്കുന്നത്. സോ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17, 2, 8, 7. ഒരു ഇലക്ട്രോണിന് വാങ്ങിക്കും. സോ ഓക്സിഡേഷൻ നമ്പർ -1 അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോറിൻ -1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം, സൾഫർ നമുക്ക് നോക്കാം. സൾഫർ ഇവിടെ നോക്കിയേ, -2 ആണ് ഉണ്ടായിരുന്നത്, -2 ആണ് ഉണ്ടായിരുന്നത്. ഇതെന്തായിട്ട് മാറി, S എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് നിൽക്കുക, എലമെന്റൽ സ്റ്റേറ്റ്. അപ്പോൾ എന്തായിരിക്കും, 0 ആയി. സോ ഇവിടെ എന്ത് സംഭവിച്ചു, ഇനി നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യാം. നോക്കാം, Cl 0 ആയിരുന്നു, -1 ആയിട്ട് മാറി. 0 ആയിരുന്നു, -1 ആയിട്ട് മാറി. കുറഞ്ഞോ കൂടിയോ? കുറഞ്ഞു അല്ലെ, കുറഞ്ഞു. സോ അവിടെ എന്ത് നടന്നു, റിഡക്ഷൻ നടന്നു. ഇനി HS അല്ലെ, S -2 ആയിരുന്നു, എന്തായി, 0 ആയി. അപ്പൊ കുറഞ്ഞോ കൂടിയോ? -2 ആയിട്ട് 0 ആയി എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടാണ് ചെയ്തത് അല്ലെ. സോ അവിടെ എന്താ സംഭവിച്ചത്, ഓക്സിഡേഷൻ നടന്നത്. അപ്പൊ നമുക്കറിയാം ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ നടക്കുകയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കോടാ, റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ പറഞ്ഞു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാലൻസ് ചെയ്യാനുള്ള കെമിക്കൽ ഇക്വേഷൻ ഒക്കെ ഷുവർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ, ചാപ്റ്റർ എക്സാമിനായാലും എന്തിനായാലും. അപ്പൊ നമ്മൾ നോക്കാം, ബാലൻസ് ചെയ്ത് പഠിക്കാം, ഓരോ സ്റ്റെപ്പ് ചെയ്ത് പഠിക്കാം. അതുപോലെ ഇങ്ങനത്തെ റിയാക്ഷൻ നമ്മൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക, അത് റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ചോദിച്ചു, ഇത്രേ ഉള്ളൂ. ഓക്സിഡേഷനും റിഡക്ഷനും അവിടെ നടന്നിട്ടുണ്ടോ നോക്കാം. എന്ന് പറഞ്ഞാൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ റിയാക്റ്റിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ കൂടിയിട്ടുണ്ടോ നോക്കാം, അല്ലെങ്കിൽ റിയാക്റ്റിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ കുറഞ്ഞിട്ടുണ്ടോ നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഈ ചാപ്റ്റർ നല്ല കൃത്യമായിട്ട് പഠിക്കാം, നല്ല സിമ്പിൾ ആയിട്ട് ചെയ്ത് പഠിക്കാം. എല്ലാവരും ചെയ്ത് പഠിക്കാം, ആരും വായിച്ചു പഠിക്കരുത് കേട്ടോ, ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.